ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി ബഷാസർ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് റംസാനിലെ ജോലികൾ എളുപ്പമാക്കാനുള്ള കുറച്ച് പൊടിക്കൈയും ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നേരത്തെ തന്നെ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കി എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. പക്ഷേ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. എല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി ലെന്തി ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. അപ്പോൾ കട്ട്ലറ്റ് മാത്രമല്ല, സമൂസ, കബാബ്, ഒത്തിരി സ്നാക്സുകൾ നമുക്ക് അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ വഴിയേ ഇടാം. അപ്പോൾ ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് എയർ ടൈറ്റ് കണ്ടെയ്നറിലും സിപ്ലോക്ക് ബാഗിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം 15 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പിന്നെ ഒരു 10 ദിവസത്തേക്ക് 15 ദിവസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്യാറുള്ളൂ. അതിൽ കൂടുതലൊന്നും സ്റ്റോർ ചെയ്യാറില്ല. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഫില്ലിംഗ് എല്ലാം തയ്യാറാക്കുമ്പം വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം കറണ്ടൊക്കെ പോവുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇരുന്ന് വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വയറ്റിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. കണ്ടെയ്നറിലും വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാത്ത നല്ല ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ എല്ലാം സ്റ്റോർ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നോമ്പിന് മാത്രമല്ല, അല്ലാത്ത സമയം നമുക്ക് തക്കാളിയെല്ലാം നല്ല ലാഭത്തിന് കിട്ടുന്ന സമയത്ത് ഇതുപോലെ വാങ്ങിച്ച് സീസണിൽ ഫ്രീസറിൽ കട്ട് ചെയ്ത് നനവില്ലാത്ത ബോക്സിൽ വെക്കുകയാണെങ്കിൽ 1-1.5 മാസത്തോളം തക്കാളി നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത് 1.5 മാസമല്ല, കൂടുതൽ ദിവസങ്ങളോളം വെക്കാൻ പറ്റും. പക്ഷേ ഞാനൊരു 1.5 മാസമേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ മല്ലിയിലയൊക്കെ നമ്മൾ വാങ്ങിച്ചാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഇതുപോലൊരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇരിക്കണമെന്ന് നോക്കി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫ്രഷോടുകൂടി തന്നെ നമുക്കത് കറിയിലെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഫ്രീസറിൽ വെക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടിയ ഒരാഴ്ചയോ 10 ദിവസമോ കഴിയുമ്പോൾ അത് പന്നലായി പോകും. അതുപോലെ തന്നെ തേങ്ങയും നമുക്ക് ഇതുപോലെ നേരത്തെ തന്നെ തിരുകി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ജോലിക്കൊക്കെ നല്ല എളുപ്പമാവും. പെട്ടെന്ന് തന്നെ നമുക്ക് അത്യാവശ്യം വന്നാൽ എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. പ്രത്യേകിച്ച് നോമ്പ് സമയങ്ങളിൽ നമുക്ക് ഇതിനു വേണ്ടി സമയം കണ്ടെത്താതെ ഖുർആൻ പാരായണം ചെയ്യാനും നമസ്കാരത്തിനും കൂടുതൽ സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇതിനൊക്കെ കൂടെ ഒരുപാട് സമയം അങ്ങനെ ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇബാദത്തും കാര്യങ്ങളും എല്ലാം മുടക്കമായി പോകാം. ഞാനിവിടെ ഒരു 4 കിലോ സവാള എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇത് ഉലിച്ച് കഴുകിയതിന് ശേഷം ഞാൻ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ഓരോ കണ്ടെയ്നറിലോ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. അത്രയും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാള മൊത്തം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പൊടി ചേർക്കുന്നില്ല, ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ചേർക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൂവിനൊക്കെ എടുക്കുകയാണെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ 3-4 വിസിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടക്കറിക്കൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ 2 വിസിലിട്ട്. സവാള നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം നിങ്ങൾ പുറത്ത് വെക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ട് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഞാനിവിടെ 3-4 കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് 1-2 ദിവസത്തിന് ആവശ്യമായിട്ടുള്ള മാത്രം കോരി വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 10 മിനിറ്റിന് മുമ്പേ നമ്മളിത് ഫ്രീസറിൽ നിന്ന് വെളിയിലെടുത്ത് വെക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഇതുപോലെയാണ് സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിപ്ലോക്ക് ബാഗിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. ഓരോ ദിവസത്തേക്ക് മാത്രമുള്ളത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സവാളയൊന്നും അഴുകി പോവുകയില്ല. ഇതുകൊണ്ട് വേറൊരു ദൂഷ്യവും ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പുറത്തെടുത്ത് വെച്ച് വേവിച്ചിട്ട് മിച്ചമുള്ളത് വീണ്ടും ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കരുത്. അത് നമുക്ക് അത്രയ്ക്ക് നല്ലതല്ല.
അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സവാള വെച്ചിട്ട് നമ്മൾ എന്തെല്ലാം കറികളാണോ വെക്കുന്നത് അതിനെല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും. 1 കിലോ വെളുത്തുള്ളിയും 1 കിലോ ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയെല്ലാം പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മൾ ഇതുപോലെ ഒരു ഇടികല്ല് വെച്ചിട്ട് തട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ മീതത്തെ തൊലി കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം ചെറു ചൂടുവെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ കൈ മുക്കിയ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം നമുക്ക് തൊലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പം തന്നെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് മുക്കി കൊടുക്കണം. കൈ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളം ആയിരിക്കണം. എന്നതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ സവാള അവിടെ വെന്തിട്ടുണ്ട്. അടുത്തതും കൂടെ ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഉലിച്ചെടുക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് ഉലിച്ചെടുക്കാം. നല്ല പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഉലിഞ്ഞ് കിട്ടും. 1 മണിക്കൂർ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഇതിനേക്കാളും പെട്ടെന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ ഉലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സമയക്കുറവുണ്ട്, അരമണിക്കൂറേ വെച്ചോളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ 1 കിലോ ഇഞ്ചി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് സാധാ പച്ചവെള്ളത്തിൽ ഇട്ടാലും മതി, ഇഞ്ചി ചൂടുവെള്ളം ചേർക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ റെഡിയാക്കി നോക്കണേ. നമ്മുടെ റമദാനിലെ ഓതലും നമസ്കാരവും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ പണിയും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുകയില്ല. അപ്പോൾ എണ്ണക്കടിയൊക്കെ കൂടുതൽ റമദാനിൽ ഉൾപ്പെടുത്തുന്നവരാണെങ്കിൽ സമൂസയുടെ ഷീറ്റൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അത് പ്രസ് ചെയ്യാനും മറക്കല്ലേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വെളുത്തുള്ളിയെല്ലാം ഒലിച്ചെടുത്തിട്ട് വരാം. സമയം കൊണ്ട് ഞാനിതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ വെളുത്തുള്ളിയും 1 കിലോ ഇഞ്ചിയും ഞാൻ വൃത്തിയാക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2-3 രീതിയിലാണ്, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഞാനൊരു സ്റ്റോറേജ് ബോക്സിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് തുടച്ചിട്ട് വേണം മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ തുടച്ചെടുത്തത് കൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും നമുക്ക് 2 കണ്ടെയ്നറിലായിട്ട് മാറ്റി വയ്ക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചായയിലിടാനോ ചട്ടിനി ഉണ്ടാക്കുമ്പോൾ എടുക്കാനോ ഒക്കെ നമുക്ക് ഇഞ്ചി ഉപകാരപ്പെടും. അതുപോലെ തന്നെ സാമ്പാറൊക്കെ വെക്കുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ തോരൻ, അവിയൽ, അതുപോലെ നമ്മൾ എന്തൊക്കെ സാധനം വെളുത്തുള്ളി വെച്ച് ചേർക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് അതുപോലെ വെച്ചാൽ ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അതിനാവശ്യമായിട്ട് അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ പാചകം ചെയ്യുന്ന സമയത്ത് സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സ്കൂപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഇഞ്ചിയും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ് നമുക്ക് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ട്. അപ്പോൾ ഓയിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ള അത് ആ ഓയിൽ ചേർക്കാവുന്ന. വെളിച്ചെണ്ണ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് മുങ്ങാനുള്ള ഓയിൽ ഏതായാലും ചേർത്ത് കൊടുക്കണം, അത് മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഫ്രീസറിൽ വെക്കാതെ തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ബാക്കിയുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി ഞാനിവിടെ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചേർത്തിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇറച്ചിക്ക് മുട്ട റോസ്റ്റിനും
ഇറച്ചി ഫ്രൈ ചെയ്യാനൊന്നും ഒത്തിരി അങ്ങ് അരച്ചിട്ടുള്ള മസാല ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പണ്ടെല്ലാം നമ്മൾ അമ്മിക്കല്ലിലും ഉരളിലുമെല്ലാം ഇടിച്ചെടുക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ പച്ചക്കറികളെല്ലാം വാങ്ങിച്ചാൽ ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കുറച്ച് കുക്കുംബറും ക്യാരറ്റും നാരങ്ങയെല്ലാം നമുക്ക് ഈ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലിട്ട് കുറച്ച് നേരം വെച്ചിരുന്നതിന് ശേഷം ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞാൻ ഇതിൽ മുക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് വേറെ വെള്ളത്തിൽ കഴുകിയെടുത്ത് നന്നായിട്ട് തുടച്ചതിന് ശേഷമാണ് നമ്മൾ കണ്ടെയ്നറിലോട്ട് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നോമ്പ് സമയത്ത് നാരങ്ങ വെള്ളം പിഴിയാനും, അപ്പോൾ പിഴിഞ്ഞ് വെക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ അതങ്ങനെ വെക്കുകയാണെങ്കിൽ നോമ്പിൻ്റെ തലേന്ന് തന്നെ നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. ഒത്തിരി ദിവസം മുന്നേ പിഴിഞ്ഞ് വെക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം തുണി വെച്ച് നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം നമുക്ക് കണ്ടെയ്നർ ബോക്സിലോട്ട് വെക്കേണ്ടത്. സിപ്ലോക്ക് ബാഗിലും വെക്കാവുന്നതാണ്. അപ്പോൾ സിപ്ലോക്ക് ബാഗും കണ്ടെയ്നറും ഇല്ലാത്തവരുണ്ടെങ്കിൽ, അങ്ങനെ ഇല്ലാത്തവരാരും കാണില്ല, അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുട്ടായി എല്ലാം വാങ്ങുകയും കടയിൽ നിന്ന് സിപ്ലോക്ക് ബാഗിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്ന അത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതിലോട്ട് വെച്ചാലും മതി. അപ്പോൾ ഞാൻ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തുടച്ചതിന് ശേഷം ഓരോ ബോക്സിലായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതുപോലെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സാലഡെല്ലാം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കഴുകാതെ അത്രയും സമയം നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇത് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ടവല് നമ്മൾ വേറെ ഒന്നിനും യൂസ് ചെയ്യേണ്ട. ഇതിന് തന്നെ വാഷ് ചെയ്ത് ഉണക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിയെല്ലാം തുടയ്ക്കുന്ന ഇത് വെച്ച് കഴിവതും നിങ്ങൾ അതേ ടവല് വെച്ചിട്ട് പച്ചക്കറികൾ തുടയ്ക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ആ ഉള്ളിയുടെ സ്മെല്ല് വരാൻ സാധ്യത ഉണ്ട്. ഞാനതിന് രണ്ടിനും 2 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ക്യാരറ്റെല്ലാം വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ജ്യൂസൊക്കെ അടിക്കാനായിട്ട് 1 or 2 എടുത്ത് നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് അവിച്ചെടുത്ത് കഴിഞ്ഞാൽ പാലും കൂടെ ഒഴിച്ച് നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പോൾ നോമ്പ് തുറക്കാൻ സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ ടിന്നെല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ടിഷ്യൂ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, സാധാരണ ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ ബോക്സ് ആണെങ്കിൽ നമുക്ക് ടിഷ്യൂ വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ സാധാരണയുള്ള ബോക്സ് ആണെങ്കിൽ നമുക്ക് ഒരു ടിഷ്യൂ കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ സാധനങ്ങൾ വെക്കേണ്ടതെന്ന്. അതിനുശേഷം ഇതുപോലെ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കാം. ഇതെല്ലാം ഫ്രിഡ്ജിലാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നിറച്ചുള്ള വെള്ളം ഒന്ന് മുങ്ങി നിൽക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് ഉലിച്ചെടുക്കുന്നത്. കംപ്ലീറ്റും ഉള്ളി ഞാൻ ഉലിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തുടച്ചിട്ട് വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് ഒരു ടവൽ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലുള്ളൊരു ബോക്സിൽ തന്നെ അത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പ് കഞ്ഞിയും തീയലും ഒക്കെ വെക്കുകയാണെങ്കിൽ എന്തെല്ലാം ആവശ്യത്തിന് നമുക്ക് മീൻ കറിക്ക് അരയ്ക്കാനും ഇറച്ചിക്കും എന്തിനു വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും തുടച്ച് ഇതുപോലെ ഫ്രിഡ്ജിലോട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 3/4 കിലോ വെളുത്തുള്ളി ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉലിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതും ഇതുപോലെ വെക്കുകയാണെങ്കിൽ കഞ്ഞിക്കും മറ്റ് കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് മസാല തയ്യാറാക്കാനായിട്ട് കപ്പ് അളവിലുള്ള ഒരു കരണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു 1/2 കപ്പ് പെരിഞ്ചീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് കുരുമുളക് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് ഏലക്കയും എടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 കപ്പ് ഗ്രാമ്പു ആണ്. 1 കപ്പ് തക്കോലം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4-5 ജാതിക്ക. പിന്നെ കുറച്ച് പട്ടയാണ്. അതൊരു 7-8 റോള് പട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 4 വേ ലീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അപ്പോൾ അത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാൻ നേരത്തെ ഉണക്കി വെച്ചിട്ടുള്ള കുറച്ച് കുരുമുളക് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുന്നത് നമുക്ക് റമദാന് എളുപ്പത്തിന് വേണ്ടിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അത് എളുപ്പത്തിന് തട്ടാനായിട്ട് നമുക്കൊരു ന്യൂസ് പേപ്പറിലോട്ട് ഇത് തട്ടിയതിന് ശേഷം ഈ ഗ്ലാസ് ബൗളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിന് തന്നെ നമുക്ക് കളയാതെ ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്.
എന്നതിന് ശേഷം കുറച്ച് ചൂട് മാറിയതിന് ശേഷമേ നിങ്ങൾ അടച്ച് വെക്കാവൂ, അല്ലെങ്കിൽ അത് വിയർത്തിട്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ പെരിഞ്ചീരകം, അതും ഞാൻ ഉണക്കിയെടുത്തതാണ്. നല്ല വെയിലുള്ളതുകൊണ്ട് ഉണക്കിയെടുത്താൽ മതി, വറക്കണമെന്നില്ല. അതും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ എല്ലാം പൊടിച്ച് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും പടപടയെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ആ സമയം കൊണ്ട് അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പട്ട കൂടെ നമുക്കിനി പൊടിച്ചെടുക്കാം. ഇതും കൂടെ പൊടിച്ചെടുത്ത് നമുക്ക് അടച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി ദിവസത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തോനെ വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ഇതിൻ്റെ ഡബിൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. വെയിലൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ എണ്ണമയമെല്ലാം മാറിയിട്ട് നല്ലതുപോലെ ഒന്ന് റെഡിയായി കിട്ടും. അപ്പം ഉണക്കിയിട്ടോ വറുത്തിട്ടോ പൊടിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ മണമൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പൊടിച്ചതിന് ശേഷം രണ്ടാമത് ബാക്കിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ നിൽക്കാതെ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മണവും ടേസ്റ്റി ആയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് നമുക്കൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറ്റിയതിന് ശേഷം കുറച്ച് നേരം അതൊന്ന് തണുത്തതിന് ശേഷം, മിക്സിക്കൊരു ചൂടുണ്ടല്ലോ, അപ്പോൾ ആ ചൂട് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അടച്ച് സൂക്ഷിക്കാവൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കട്ട പിടിച്ചിട്ട് പൂപ്പലടിച്ച് ഒരു വല്ലാത്തൊരു ടേസ്റ്റായിരിക്കും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ മഞ്ഞളും മല്ലിയും മുളകും ഞാൻ കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മില്ലിൽ കൊടുത്താണ് പൊടിച്ചെടുക്കുന്നത്. അത് മിക്സിയിലല്ല പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ പെരിഞ്ചീരകവും കുരുമുളകെല്ലാം ഞാൻ മിക്സിയിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ മഞ്ഞളും ആവശ്യത്തിനുള്ളത് ഞാൻ തട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ പൊടിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കാശ്മീരി മുളകാണ്. അപ്പോൾ കാശ്മീരി മുളകും സാധാ മുളകും ഞാൻ രണ്ട് സ്റ്റോറേജ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എരിയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മുളക് മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാത്തപ്പം കാശ്മീരി മുളക് യൂസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അല്ല ചേർത്ത് പൊടിക്കുന്നവർ അങ്ങനെ പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി മല്ലിയും കൂടെ നമുക്ക് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഒത്തിരി സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ലെന്തി ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പറഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും കാണും. അപ്പോൾ അവർക്ക് ഒരു യൂസ് ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്രീൻ പീസ് സ്റ്റോർ ചെയ്യണമെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/4 കിലോ ഗ്രീൻ പീസ് ഇവിടെ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ കുതിർത്തിയതാണ്. അത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസിനേക്കാളും അല്പം താന്ന് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2-3 നിങ്ങളുടെ കുക്കറിൻ്റെ രീതി അനുസരിച്ച് 2-3 വിസിലിട്ട് വേവിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് വേവിക്കേണ്ട. ഞാനിതിൽ 2 വിസിലാണ് ഇടുന്നത്. വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വെന്ത് കിട്ടേണ്ടത്. ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടിയാൽ നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ സമയത്തും ഇത് ആഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം. എങ്ങനെ വേണോ എന്തിനു വേണോ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഞാനിങ്ങനെ വെള്ളം എല്ലാം വാർത്തെടുത്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഞാനിത് കുറച്ച് അതിന് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടെയ്നറിലോട്ട് മാറ്റുന്ന ഗ്രീൻ പീസ് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് അത്യാവശ്യമുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറച്ച് ബാക്കി ഞാൻ ഈ വെള്ളത്തിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കണമെന്നില്ല. അതേസമയം ഈ വെള്ളം ഇല്ലാതെ നമ്മൾ എടുത്തത് ഫ്രീസറിലോട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
പഴം സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമുക്ക് നോമ്പിന് ജ്യൂസൊക്കെ അടിക്കാനായിട്ട് റമദാൻ മാസമല്ലേ, അപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ ഒത്തിരി ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഏത് പഴമായാലും കുഴപ്പമില്ല, ചെറിയ പഴമായാലും മോറീസായാലും ഏത്തപ്പഴമായാലും എന്തായാലും നമ്മളെ കയ്യിലുള്ള ഏതെല്ലാം ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് അരിഞ്ഞ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഷാർജയും ജ്യൂസും ഒക്കെ അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വെക്കുമ്പോൾ തന്നെ ഒത്തിരി പഴങ്ങളൊക്കെ ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതെ നമുക്ക് ഈ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് മാത്രമല്ല, നമുക്ക് വൈകിട്ട് സ്നാക്സൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ പീസായിട്ട് അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്താൽ മാത്രം മതി. നമുക്ക് നല്ല രീതിയിൽ ഒരു 4 പേർക്കൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ ഒരൊറ്റ പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിൻ്റെ കൂടെ മൈദയും കൂടെ ചേർക്കുക, ഗോതമ്പ് കൂടെ ചേർത്ത് നമുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഒരു ദിവസത്തേക്കുള്ള സ്നാക്സ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടാണ് അടച്ച് വെച്ച് സ്റ്റോർ ചെയ്യണത്. നമ്മൾ ഫ്രീസറിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ആപ്പിളും നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു കഷ്ണം പഴവും ഒരു കഷ്ണം ആപ്പിളും ഇച്ചിരി പാലും കൂടെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് അരിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷമാണ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള കണ്ടെയ്നറെല്ലാം വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ല എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സിപ്ലോക്ക് ബാഗ് ആയാലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതുപോലെ സ്റ്റോർ ചെയ്ത് ഫ്രീസറിലോട്ട് തന്നെ ഇതും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതുപോലെ ജ്യൂസ് അടിക്കാം. മാതളവും നമുക്ക് ഈ രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ഞാൻ 1 കിലോ മാതളം ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതുപോലെ അരിഞ്ഞ് സ്റ്റോർ ചെയ്യാം. മാതളം അരിയുന്ന ഈ രീതിയിൽ അരിയണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. നല്ല എളുപ്പമാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു മാതളത്തിൻ്റെ ഒരു അരി പോലും പൊട്ടാതെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ മാതളം അരിയുമ്പോൾ എൻ്റെ കൈയാണെങ്കിൽ നല്ല കറുത്ത് നല്ല പരുവമായി പോണ ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇതൊരു ടിപ്പ് കൂടെയാണ്. ഈ രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒരു അരി പോലും പൊട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അരി പൊട്ടിയാൽ മാത്രമേ നമ്മുടെ കൈയെല്ലാം കറുത്തിട്ട് ഇടാവുള്ളൂ. ഈ രീതിയിലെടുത്താൽ അതിൻ്റെ ഒരു അരി പോലും പൊട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് നന്നായിട്ട് തട്ടിക്കൊടുത്താൽ മതി. കംപ്ലീറ്റ് അരിയും ഇതുപോലെ ഇളകി വരും. നല്ല എളുപ്പമാണ് ഈ മാതളം റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് അതുപോലെ ഒരു സ്റ്റോറേജ് ബോക്സിലോട്ട് ഇട്ട് വയ്ക്കാം. ഇതും ഫ്രീസറിലോട്ട് തന്നെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു 3/4 കിലോ വെളുത്തുള്ളി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതും ഞാൻ ഇതുപോലെ ഉലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഇതും കഞ്ഞിയെല്ലാം വെക്കാനായിട്ട് നമുക്ക് എളുപ്പം തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.